ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ മുട്ട വറുത്തത് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ പച്ചമുളകും ഇഞ്ചിയും കൂടെ അരിഞ്ഞത് നന്നായിട്ട് വെളിച്ചെണ്ണയിലിട്ട് മുരിച്ചെടുക്കുക. അതുകൊണ്ടാണ് ആദ്യം അതിട്ടേക്കുന്നത്. അതിനുശേഷം മുരിഞ്ഞതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുക. സവാളയിൽ അല്പം ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വാടിക്കിട്ട്. അങ്ങനെ ഇഞ്ചിയും പച്ചമുളകും സവാളയും കൂടെ നന്നായിട്ട് വാട്ടിയതിന് ശേഷം അതിലോട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. കളർ മാറിയതിന് ശേഷം നമുക്കതിലോട്ട് തക്കാളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. 4 കോഴിമുട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വാടിക്കഴിയുമ്പോൾ ഈ മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. ഒന്നും കൂടെയും വാട്ടാം. അതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഞാൻ 4 മുട്ടയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 4 മുട്ടയും അതിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ നമ്മൾ ആദ്യമേ ഇട്ടിട്ടുണ്ടല്ലോ. മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലോട്ടിത് ഒഴിച്ചു കൊടുക്കുക. ഒന്നിച്ച് തന്നെ ഒഴിച്ചിട്ടാൽ അപ്പം നല്ല തിക്കായിട്ട് മുട്ട വറുത്തതുണ്ടാവും. അങ്ങനെ അത് തിരിച്ച് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിടാനായിട്ട് അപ്പോഴേക്കും നുറുങ്ങിപ്പോയി. പക്ഷേ നല്ല ടേസ്റ്റാണ് ഇട്ടത്. വെളിച്ചെണ്ണ കിടന്ന് മൊരിഞ്ഞ് അടിപൊളിയായി. നല്ല തിക്കുള്ളത് കൊണ്ട് ഒന്നിച്ച് മറിച്ചിടാൻ പറ്റിയില്ല. അപ്പം ഇത് മാത്രം ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചോറുന്ന. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അടിപൊളിയാണ്. ഓക്കേ, ഈ കൊച്ചു വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടാ. ഓക്കെ, ബൈ.